ഇന്ന് നിരവധി വാർത്തകൾ പത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. പ്രധാനമായും പാർലമെന്റിൽ നിന്നുള്ള വാർത്തകൾക്കാണ് പത്രങ്ങൾ പ്രാമുഖ്യം നൽകിയിരിക്കുന്നത്. മാതൃഭൂമിയിൽ നിന്ന് തുടങ്ങാം. ഇന്ന് ഇല്ലാ മറുപടി എന്ന തലക്കെട്ടിൽ പാർലമെന്റിൽ നിന്നുള്ള വാർത്ത മുൻപേജിൽ വലിയ പ്രാധാന്യത്തോടുകൂടി നൽകുകയാണ് മാതൃഭൂമി. ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളെ എടുത്തു കാട്ടുകയാണ്. അതിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി പറഞ്ഞില്ല എന്നതിലൂടെയും രാജ്യസഭയിൽ മറുപടി നൽകി എന്നും ഈ തലക്കെട്ടിലൂടെ മാതൃഭൂമി ഉദ്ദേശിക്കുകയാണ്. നന്ദി പ്രമേയ ചർച്ചയിൽ ലോക്സഭയിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല, പ്രതിഷേധത്തിനിടെ രാജ്യസഭയിലെത്തി മറുപടി നൽകിയെന്നും മാതൃഭൂമിയുടെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യസഭയിൽ 1.5 മണിക്കൂർ നീണ്ടു നിന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. പ്രതിപക്ഷത്തിന് വിമർശനം, ഖർഗയ്ക്ക് പരിഹാസം എന്നിങ്ങനെ പോകുന്നു മാതൃഭൂമി നൽകുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അതേസമയം പ്രധാനമന്ത്രിയുടെ മറുപടി ഇല്ലാതെ നന്ദി പ്രമേയം പാസാക്കുന്നത് സഭാ ചരിത്രത്തിൽ അപൂർവമാണ് എന്നും മാതൃഭൂമി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാതൃഭൂമിയുടെ തന്നെ മുൻപേജിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ശബരിമല മേൽശാന്തിമാരുടെ സഹായികളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരു പാനൽ വരുന്നു എന്നുള്ള വാർത്തയാണ്. അതിന്റെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഇങ്ങനെയാണ്: ശബരിമലയിൽ മേൽശാന്തിമാരുടെ സഹായികളെ നിയമിക്കുന്നതിനായി പാനൽ തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടു. മേൽശാന്തി, കഴകം, ഉൾക്കഴകം എന്നിവരുടെ സഹായികളെ നിയമിക്കാനായാണ് പാനൽ തയ്യാറാക്കേണ്ടത്. സഹായികളെ മേൽശാന്തിമാർ യഥേഷ്ടം നിയമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും കോടതി പറഞ്ഞു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. മലയാള മനോരമ എടുത്ത് പരിശോധിക്കുമ്പോൾ മനോരമയ്ക്ക് പ്രധാനപ്പെട്ട വാർത്തയാകുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രധാന മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. അതിന് തലക്കെട്ട് നൽകുന്നത് പോറ്റിയെ ഇറക്കിയേ എന്നാണ്. കുറ്റപത്രം നൽകാത്തതിനാൽ ജാമ്യം കിട്ടുന്ന 4ാമത്തെ ആളാണ് പോറ്റി എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നു. എൻ വാസു, എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരും ജാമ്യത്തിൽ വൈകാതെ തന്നെ പുറത്തിറങ്ങും എന്നും മനോരമ ഈ റിപ്പോർട്ടിൽ പറയുകയാണ്. മുൻപേജിൽ പ്രാധാന്യത്തോടുകൂടി നൽകുന്നു ഈ വാർത്ത. മറ്റൊരു വാർത്ത മലയാള മനോരമ മുൻപേജിൽ നൽകുന്നത് VS അച്യുതാനന്ദന് ലഭിച്ച പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ഇതിൽ കുടുംബം പാർട്ടി തീരുമാനത്തിനൊപ്പമെന്ന് മകൻ VA അരുൺകുമാറിന്റെ പ്രസ്താവനയാണ് വാർത്തയായി നൽകുന്നത്. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പ്രഖ്യാപിച്ച പത്മവിഭൂഷൺ പുരസ്കാരം സ്വീകരിക്കുന്നതിൽ പാർട്ടിയുടെ നിലപാടനുസരിച്ച് തീരുമാനമെടുക്കുമെന്ന് മകൻ VA അരുൺകുമാർ എന്നാണ് ഈ വാർത്തയുടെ ഉള്ളടക്കം. അതേസമയം പാർട്ടി കുടുംബത്തിന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുമെന്നാണ് CPIM നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ വിശദീകരിച്ചിട്ടുള്ളത്. മനോരമയുടെ തന്നെ മുൻപേജിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയായി എത്തുന്നത് മേഘാലയയിൽ നിന്നുള്ളൊരു ദുരന്ത വാർത്തയാണ്. മേഘാലയയിൽ വൻ ഖനി അപകടം, 18 മൃതദേഹങ്ങൾ കിട്ടി, ഒട്ടേറെ പേർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മംഗളത്തിന്റെ മുൻപേജ് എത്തുമ്പോൾ നിയമസഭയിൽ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളും പാർലമെന്റിലെ വിശദാംശങ്ങളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റുമുട്ടി വെട്ടിച്ചുരുക്കി എന്നിങ്ങനെ തലക്കെട്ട് നൽകിക്കൊണ്ട് 2 വാർത്തകളും നൽകുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഏറ്റുമുട്ടൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നിയമസഭ അടിച്ചു പിരിഞ്ഞു എന്ന് തലക്കെട്ട് നൽകിയിരിക്കുന്നു മംഗളം. അതേസമയം പ്രധാനമന്ത്രിയുടെ മറുപടിയില്ലാതെ നന്ദി പ്രമേയം പാസാക്കി ലോക്സഭ എന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതാണ് വെട്ടിച്ചുരുക്കി എന്നതിൽ മംഗളം ഉദ്ദേശിക്കുന്നത്. വിശദമായി തന്നെ മുൻപേജിൽ ഈ റിപ്പോർട്ട് നൽകുന്നുണ്ട്. മാധ്യമത്തിന്റെ മുൻപേജിലേക്ക് എത്തുമ്പോൾ നന്ദി പ്രമേയം പാസാക്കി പ്രധാനമന്ത്രി ഇല്ലാതെ എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നൽകുന്നുണ്ട്. എന്നാൽ മറ്റൊരു റിപ്പോർട്ട് പ്രാധാന്യത്തോടുകൂടി മാധ്യമം മുൻപേജിൽ നൽകുന്നത് വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടാണ്. ചെയർമാനായി MK സക്കീർ തുടരും എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് റിപ്പോർട്ട് നൽകുന്നു. വിവാദമായ കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി പ്രകാരം സംസ്ഥാന വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ച് സർക്കാർ വിജ്ഞാപനം ഇറക്കി. ബോർഡിൽ അമുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ വേണമെന്ന ഭേദഗതി വ്യവസ്ഥ നടപ്പാക്കാൻ 2 അംഗങ്ങളുടെ പദവി ഒഴിച്ചിട്ടിരിക്കുകയാണ് എന്നാണ് മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ദീപികയുടെ മുൻപേജിലെത്തുമ്പോൾ പാർലമെന്റിൽ നിന്നുള്ള വാർത്ത പ്രധാനമന്ത്രിയുടെ മറുപടിയെ വേറൊരു തലത്തിൽ സമീപിക്കുന്നു പത്രം. 3ാം ശക്തിയായി ഇന്ത്യ കുതിക്കുന്നു എന്ന പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ദീപിക ഇന്ന് പാർലമെന്റിലെ വാർത്തയെ നൽകുന്നത്. പ്രതിഷേധത്തിനിടെ നന്ദി പ്രമേയം പാസാക്കി എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഇതിനൊപ്പം ചേർക്കുന്നുണ്ട്. അതേസമയം എൻ്റെ അഭ്യർത്ഥന മാനിച്ചാണ് പ്രധാനമന്ത്രി ലോക്സഭയിൽ എത്താതിരുന്നത് എന്ന സ്പീക്കർ ഓം ബിർളയുടെ പ്രസ്താവനയും പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം മുൻപേജിൽ നൽകുകയാണ് ദീപിക. ഇനി കോൺഗ്രസിൻ്റെ മുഖപത്രം വീക്ഷണം എടുത്ത് പരിശോധിക്കുമ്പോൾ ഏറ്റവും വലിയ ഇടം നൽകിക്കൊണ്ട് മുൻപേജിൽ വീക്ഷണം നൽകുന്നത്
ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ വാർത്തയാണ്. പോറ്റിയെ ഇറക്കിയെ സ്വർണ്ണക്കേസ് മുക്കിയ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ടാണ് ഈ വാർത്തയെ സമീപിക്കുന്നത്. വീക്ഷണം: ഭക്ത കോടികളെ വഞ്ചിച്ചു, കേസ് സർക്കാർ അട്ടിമറിക്കുകയായിരുന്നുവെന്നും വീക്ഷണം പറയുന്നു. ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതികളെല്ലാം പുറത്തേക്കിറങ്ങാൻ പോകുന്നുവെന്നും വീക്ഷണം പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിൽ മോചിതനായ വാർത്തയിലാണ് ഇത്രയധികം വിശദാംശങ്ങൾ ചേർത്ത് വീക്ഷണം സമീപിക്കുന്നത്. ചന്ദ്രിക എത്തുമ്പോഴും സമാനമാണ് സമീപനം. പോറ്റിയെ ഇറക്കിയ എന്ന തലക്കെട്ട് നൽകിക്കൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ നിന്നിറങ്ങിയ വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത്. കുറ്റപത്രം സമർപ്പിച്ചില്ല, സ്വാഭാവിക ജാമ്യത്തിൽ ജയിൽ മോചനം എന്നും റിപ്പോർട്ടിൽ പറയുന്നതോടൊപ്പം തന്നെ നിയമസഭയിൽ ആളിക്കത്തി പ്രതിഷേധമെന്ന തലക്കെട്ടിൽ നിയമസഭയിൽ ഇന്നലെ നടന്ന സംഭവ വികാസങ്ങളും എടുത്തു കാട്ടുന്നുണ്ട് ചന്ദ്രിക. ഇതൊക്കെയാണ് ഇന്ന് പത്രങ്ങളിൽ കാണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ. സേതു.